ഞാൻ അന്നും ഇന്നും എന്നും ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യൻ ഫുട്ബോളിന് ഒരു രാവണൻ കോട്ടയുണ്ടെങ്കിൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തന്നെയാണ്. കാരണം ശ്രീജിതമായത് എന്തിനേയും ലങ്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ രാവണൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് രാവണൻ കോട്ട ഈ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ശ്രീജിതനായ രാവണനെ പിന്നീട് ചില ആളുകൾ ശ്രീജിതൻ എന്ന് വിളിച്ചു. അതൊക്കെ പോട്ടെ, അതല്ല ഞാൻ പറയാൻ വന്നത്. ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ചത് എവിടെ ഉണ്ടെങ്കിലും അതിനെ പൊന്നും വില കൊടുത്ത് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരു മടിയും വരുത്താത്ത ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അതുകൊണ്ടാണ് ഞാൻ അന്നും ഇന്നും എന്നും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഇന്ത്യൻ ഫുട്ബോളിലെ രാവണൻ കോട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ രാവണൻ കോട്ടയിലേക്ക് പുതുതായെത്തുന്ന പുഷ്പക വിമാനമായി മാറുമോ നമ്മളുടെ ലാലിയൻസ്വാല ചാങ്തെ എന്നറിയാൻ കുറച്ച് സമയം കൂടി മാത്രം കാത്തിരുന്നാൽ മതി. കാരണം അവർ മധ്യനിരയിലേക്ക് മികച്ച അഡീഷനുകൾ നടത്തുമ്പോൾ മുന്നേറ്റ നിരയിലും മധ്യനിരയിലും ഒരുപോലെ തിളങ്ങുന്ന ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോൺട്രിബ്യൂട്ട് ചെയ്ത ആ ഒരു സുവർണ താരം ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ചെന്നൈക്ക് വേണ്ടി കളിച്ചായിരുന്നു. മുംബൈ സിറ്റി എഫ് സിയുടെ നട്ടലായി മാറിയ താരമായിരുന്നു ലാലിയൻസ്വാല ചാങ്തെ. ആ ചാങ്തയെ കൂടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വരികളും വാക്കുകളും ഒട്ടും മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ ഫുട്ബോളിലെ രാവണൻ കോട്ട തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇന്ത്യൻ മണ്ണിൽ കാൽപന്തിന്റെ കേളി തട്ടകത്തിൽ ഏറ്റവും മികച്ചതായി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്കൊപ്പം വേണം എന്നവരുടെ വാശി. എത്ര അംബീഷ്യസ് മാനേജ്മെന്റ് ആണ് അവർക്കൊക്കെ. നമ്മ കണ്ട പൊട്ടിയതും പാളിയതും ആർക്കും വേണ്ടാത്തതും ഒക്കെ കൊണ്ടുവരും, എന്നിട്ട് നമ്മളെ പറ്റിക്കും.